ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത തൊട്ടു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർത്തിയ CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവായ വി കുഞ്ഞികൃഷ്ണൻ ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൻ്റെ ജീവൻ അപകടത്തിലാണ്, ജീവന് സംരക്ഷണം വേണം, പോലീസിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ അഭ്യർത്ഥന നൽകിയിരിക്കുന്നു. തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമുണ്ട്, പോലീസ് സുരക്ഷ വേണ്ടിയിരിക്കുന്നു, അത്രമേൽ ഭീതിതമായ അവസ്ഥയിലാണ്. ഈ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷം തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തൻ്റെ കുടുംബത്തിന് ഭീഷണിയുണ്ട്. തൻ്റെ വീടിൻ്റെ പരിസരത്ത് CPM പ്രവർത്തകർ വലിയ രീതിയിൽ ആക്രോശം മുഴക്കിക്കൊണ്ട് പടക്കം പൊട്ടിക്കുകയും മറ്റും ചെയ്തിരുന്നു. നേരത്തെ TP ചന്ദ്രശേഖരൻ്റെ ഗതി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം KK രമ വി കുഞ്ഞികൃഷ്ണനോട് സൂചിപ്പിച്ചിരുന്നു. വി കുഞ്ഞികൃഷ്ണൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ CPI നേതാക്കൾക്കെതിരെ വിമർശനം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ആ വിമർശനങ്ങളിൽ CPM എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാവുന്ന രീതിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള രീതിയിലൊക്കെ വിമർശനം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജീവന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി നൽകിയിരിക്കുന്നു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർത്തിയതിന് ശേഷം തന്നെ കൂട്ടം ചേർന്ന് വേട്ടയാടുകയാണ് എന്നും ഒറ്റപ്പെടുത്തുകയാണെന്നും സാമൂഹികമായ വിലക്കിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമൊക്കെ വി കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ തൻ്റെ ജീവന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പയ്യന്നൂർ ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡുകളൊക്കെ കൂട്ടത്തോടെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില ഫ്ലക്സുകളൊക്കെ അവിടെ വരുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ചില ഫ്ലക്സുകൾ വരുന്നു. മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ള രീതിയിൽ ഉള്ള ഫ്ലക്സുകൾ വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ പോലീസ് സംരക്ഷണം തേടിക്കൊണ്ട് ഹർജി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളൂർ ലോക്കലിലെ കിഴക്കുംപാട് ഭാഗത്ത് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടുള്ള ഫ്ലക്സൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഫ്ലക്സും തകർക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള ആരോപണം മറുഭാഗത്ത് വരുന്നുണ്ട്. തൻ്റെ ജീവൻ വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണം വേണം എന്നാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.